ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട റംബാച്ചന്മാർ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ഏവരുമേ ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ അത് ഓരോ മുന്നറിയിപ്പുകളുമായിട്ടാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഒരു വെള്ളിയാഴ്ച സാധാരണ വെള്ളിയാഴ്ചയല്ല. കാരണം ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം അനുസ്മരിക്കുന്ന വെള്ളിയാഴ്ചയാണെങ്കിൽ അതിനപ്പുറം തിരുവചനം നമ്മോട് ഓരോ ദിവസവും ഓരോ സന്ദേശങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഓരോ വേദചിന്തകളും നമ്മെ രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. നിന്റെ വചനം ഞങ്ങളുടെ കാലിന് വിളക്കും പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറയുമ്പോഴും വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീനെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോഴും വചനം നമ്മെ രൂപാന്തരപ്പെടുത്തണം. പലപ്പോഴും ഇന്നിന്റെ പരാജയം എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. കേൾവിക്കാരായി രൂപാന്തരമില്ലാതെ ദൈവരാജ്യത്തിന്റെ സന്ദേശം കേട്ടുപോകുവാൻ വെറും വഴിയാത്രക്കാരെ പോലെ, ഒന്നും അറിയാത്തവരെ പോലെ യാത്ര ചെയ്യുവാനാണ് നമ്മൾക്ക് താല്പര്യം. ദേവാലയത്തിൽ നിൽക്കുമ്പോൾ പുണ്യപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യമുള്ള ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് നാം ഈ സന്ദേശം കേട്ട് തിരികെ പോകുമ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെ വിശുദ്ധിയിലേക്ക് വളരുവാനും ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിപ്പാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷം നമ്മെ രൂപാന്തരപ്പെടുത്തും. വേദപുസ്തകം അതിന്റെ തെളിവുകൾ നൽകുന്നുണ്ട്. സുവിശേഷം കേട്ടവരും സുവിശേഷമാകുന്ന ക്രിസ്തുവിനെ കണ്ടവരും രൂപാന്തരപ്പെട്ടു. ദൈവവചനം ഒരു കണ്ണാടിയാണെന്ന് പറഞ്ഞത് സൊറിയാനി സഭയുടെ പിതാവായ മാർ അപ്രേമാണ്. കണ്ണാടിക്കൊരു പ്രത്യേകതയുണ്ട്. അത് സ്വയം കാണുവാനുള്ള വലിയൊരു മാർഗം കൂടിയാണ് കണ്ണാടി. ദൈവവചനം നമ്മെ കാണിക്കുവാനുള്ള ഒരു മാർഗമായി മനസ്സിലാക്കിക്കൊണ്ട് പാകപ്പിഴകളെ കണ്ടെത്തിക്കൊണ്ട് തിരികെ പോകുവാനുള്ള വലിയൊരു ആഹ്വാനം ധ്യാനം നൽകുന്നുണ്ട്. ധ്യാനം എന്നത് ഒരു യൂറ്റേണ്ട അനുഭവത്തിലേക്കാണ്. തിരികെ പോയി യാത്ര ചെയ്യുവാനുള്ള അനുഭവമാണ്. ധ്യാനം എന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തിബരിയാസിന്റെ കടൽ തീരത്തേക്കുള്ള യാത്രയാണ്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം സുന്ദരമായ ഭാഗമാണ്. വായിച്ചാൽ ഏറെ സന്തോഷം നൽകുന്ന ഒരു ശിഷ്യനെ പരാജയത്തിന്റെ അനുഭവത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന ക്രിസ്തുവെന്ന മഹാഗുരുവിന്റെ ചരിത്രവുമായിട്ടാണ് വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം അവിടെ അവസാനിക്കുന്നത്. തിബരിയാസിന്റെ കടൽ തിരയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഈ ധ്യാനം തിബരിയാസിന്റെ അനുഭവമാകണം. ക്രൂശിതനായ ക്രിസ്തു എല്ലാം നഷ്ടമായെന്ന്, ഗുരു നഷ്ടമായെന്ന് കാട്ടിക്കൊണ്ട് ഇവിടെ പത്രോസ് യാത്ര ചെയ്യുകയാണ് തിബരിയാസിലേക്ക്. തന്റെ പഴയ പണിയായ വലയുമായി യാത്ര ചെയ്യുകയാണ്. എന്തൊരു പരാജയമാണ്! പരാജയത്തിന്റെ വലിയ വലയുമായിട്ടാണ് ശിഷ്യൻ യാത്ര ചെയ്യുന്നത്. കാരണമുണ്ട് പറയുവാൻ. മനുഷ്യരെ പിടിക്കുന്നവൻ മീൻ പിടിക്കാൻ പോകുന്ന സാഹചര്യം പരാജയത്തിന്റെ ചിഹ്നമായിട്ട് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്കിലും ഉദ്ധിതനായ ക്രിസ്തു തിബരിയാസിന്റെ കടൽ തീരത്ത് വിശപ്പുമായി നിൽക്കുന്ന പത്രോസിന്റെ ഒട്ടിയ വയറുമായി ജീവിതം പരാജയത്തിന്റെ അനുഭവത്തിലെക്കുന്ന പത്രോസിന്റെ മുമ്പിലെത്തി. ഇവിടെ ഗുരു കരയിൽ കാത്തിരിക്കുകയാണ്. വാത്സല്യത്തിന്റെ പ്രാതലുമായി ഗുരു കാത്തിരിക്കുകയാണ്. നമ്മയും ഒരു ഗുരു കാത്തിരിക്കുന്നുണ്ട്. ക്രിസ്തുവാകുന്ന വലിയ ഗുരു വാത്സല്യത്തിന്റെ പ്രാതലുമായി ഇന്ന് ഈ ദിവസം നമ്മെ കാത്തിരിക്കുകയാണ്. നമുക്ക് തിരിച്ച് യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. സുവിശേഷം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ചുങ്കക്കാരൻ സക്കായിയെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ ക്രിസ്തുവിനെ കണ്ട് ദരിദ്രനായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്തുവിനെ കണ്ടപ്പോൾ പകുതിയും അതിന്റെ പകുതിയും ദശാംശം പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്വയം ഒരിഞ്ഞുകൊടുത്ത ചുങ്കക്കാരൻ സക്കായി. ഒരുപക്ഷെങ്കിൽ നമ്മുടെ കണ്ണിൽ അവൻ ദരിദ്രനായി തീർന്നവനല്ലേ? എന്നാൽ മറ്റൊരു തരത്തിൽ എല്ലാം നഷ്ടമായി ദരിദ്രനായി എന്ന് തോന്നുമ്പോഴും ക്രിസ്തുവാകുന്ന വലിയ സമ്പത്തുമായി അവൻ ധനവാനായി തീരുകയാണ്. ക്രിസ്തുവിന്റെ സംസാരം അവനെ രൂപാന്തരപ്പെടുത്തുകയാണ്. പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാൻ കൊണ്ടുവന്നവർ ക്രിസ്തു ഒന്നും മിണ്ടിയില്ല. ക്രിസ്തുവിന്റെ
ഒരു നോട്ടമായിരുന്നു സുവിശേഷത്തിന്റെ നോട്ടം, സുവിശേഷത്തിന്റെ സ്പർശനം, സുവിശേഷത്തിന്റെ ശബ്ദം. അത് രൂപാന്തരത്തിലേക്ക് നയിച്ചതായി വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ധ്യാനം എന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യാക്കോബിന്റെ ലേഖനത്തിൽ, വിശുദ്ധനായ യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കുന്നത് പോലെ 4-ാം അധ്യായം 8-ാം വാക്യം, അവന്റെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലുവീൻ, അവൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ധ്യാനവും ഇതുതന്നെയാണ്. ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ധ്യാനം. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇന്നേ ദിവസം ധ്യാനത്തിനായി ദൈവസന്നിധിയിൽ ശരണപ്പെടുന്ന വേദഭാഗം ഏവർക്കും സുപരിചിതമായ സങ്കീർത്തനങ്ങളിൽ നിന്ന് തന്നെയാണ്. സങ്കീർത്തനം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. സങ്കീർത്തനങ്ങൾക്ക് ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടാണ്. മദ്യപാനിയായ ഒരാളുടെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ മാതാവിനോട് ചോദിച്ചു, ഏതാണ് വേദപുസ്തകത്തിലെ ഏറ്റവും നല്ല ഭാഗം? മാതാവ് ഉത്തരം പറഞ്ഞു, സങ്കീർത്തനമാണ് ശമാശ. എന്താണ് സങ്കീർത്തനം എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നീടാണ് മനസ്സിലായത്, വൈകിട്ട് പമ്പാ നദിയിലെ പാമ്പിനേക്കാൾ നല്ല പാമ്പായി വൈകിട്ട് തിരികെ വരുമ്പോൾ, കലങ്ങളൊക്കെ വഴിയരികിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, പ്രാർത്ഥനയുടെ പറമ്പോക്കിലേക്ക് പോകുമ്പോൾ അമ്മച്ചി വായിക്കുന്ന വേദഭാഗം, അനേകം ഭാഷാൻ കൂറ്റന്മാരെന്നെ വളഞ്ഞു, എങ്കിലും ഞാൻ യഹോവയിൽ ആശ്രയിച്ചു. ഏവർക്കും സുപരിചിതമായ വേദഭാഗങ്ങളും ഏവർക്കും ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടതും സങ്കീർത്തനങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെ മുൻപാകെ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്ന വേദഭാഗം 1-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ്. 1-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തിൽ തുടങ്ങട്ടെ. തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കും ഭാഗ്യവാനായ മനുഷ്യൻ. ഒരുപക്ഷെങ്കിൽ 1-ാം സങ്കീർത്തനം മലയാള ഭാഷയിൽ മാത്രമേ ഉള്ളൂ ഇത്ര ദീർഘമായുള്ളത്. മറ്റെല്ലാ ഭാഷയിലും ആരംഭിക്കുന്നത് ബ്ലെസ്സഡ് മാൻ എന്നോ ഭാഗ്യവാനായ മനുഷ്യനെന്നോ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ മലയാളത്തിൽ മാത്രമേ ദുഷ്ടൻ എന്ന പദം കൊണ്ട് ആരംഭിച്ചിട്ടുള്ളൂ. ആരാണ് ഭാഗ്യവാനായ മനുഷ്യൻ എന്ന വലിയൊരു ചോദ്യം എന്നും മുഴങ്ങാറുണ്ട്. ലോട്ടറിക്കാരന്റെ കച്ചവടം പോലെ ഭാഗ്യമെന്ന് പറയുന്നതുമായി തിരക്കി അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ്. എല്ലാ സുഖസൗകര്യങ്ങളും വെച്ചു നീട്ടുന്ന, രോഗങ്ങളൊന്നുമില്ലാത്ത, എല്ലാം കയ്യിലൊതുങ്ങുന്ന ഒരു പുത്തൻ അനുഭവമാണെങ്കിൽ അതിന് ഞാനും നിങ്ങളും പേര് വിളിക്കും ഭാഗ്യവാൻ എന്ന്. ഇന്നിന്റെ ആധ്യാത്മികത അതുതന്നെയാണല്ലേ. വഴിയരികിലും വഴത്തിണ്ണകളിലും ഒരു പക്ഷെങ്കിൽ കെട്ടിയിറങ്ങി ദൈവരാജ്യത്തിന്റെ കൊട്ടുകളുമായി അനേക രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷകൾ നടത്തുന്ന അനേകരെ നാം കണ്ടെത്താറുണ്ട്. അവർക്ക് കഷ്ടതകൾക്ക് സ്ഥാനമില്ല. രോഗസൗഖ്യങ്ങളും ധനാഗമന മാർഗങ്ങളും ഒക്കെയാണ് അവരുടെ പോളിസികൾ. ഇവിടെയാണ് ക്രിസ്തു പറയുന്നത്, യഹോവയാം ദൈവം ദാവീദ് മുഖാന്തരം സംസാരിക്കുന്നത്, ഭാഗ്യവാനായ മനുഷ്യൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ദാവീദ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇത് എഴുതി ചേർത്തത്. ഇരമ്യാവിന്റെ പുസ്തകം, ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇതേ ആശയം തന്നെയുണ്ട്. ഭാഗ്യവാനായ മനുഷ്യൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആരിനരികെ വേരൂന്നിയതുമായ വൃക്ഷം പോലെ ഇരിക്കും. ജൂൺ മാസം 5-ാം തീയതി പ്രകൃതി ദിനമാണല്ലോ. ഒരു ദിവസമെങ്കിലും വൃക്ഷങ്ങൾ നട്ട് പ്രകൃതിയോടുള്ള സ്നേഹം കാട്ടുമ്പോൾ ചില പ്രകൃതി പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗുരു ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുന്നത് വലിയ പ്ലാറ്റ്ഫോമുകളിലേക്കല്ല, വലിയ വേദികളിലേക്കല്ല. ക്രിസ്തു പോയത് ക്രിസ്തുവെന്ന ഗുരു പോകുന്നത് പ്രകൃതിയിലേക്ക് മടങ്ങി വരികയാണ്. ശിഷ്യന്മാരുമായി പോയി അവൻ മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാം വിത്ത് വിതയ്ക്കുന്നവനെ കണ്ടു. ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗരാജ്യം എന്നാൽ വിത്ത് വിതയ്ക്കുന്ന നല്ല കൃഷിക്കാരന് തുല്യമാണ്. വീണ്ടും ക്രിസ്തു യാത്ര ചെയ്തു. അവൻ പറഞ്ഞു, വൃക്ഷം പോലെ സ്വർഗരാജ്യത്തിന്റെ വളർച്ചയെന്ന്. എന്താണ് ആറിനരികെ നിൽക്കുന്ന വൃക്ഷവും നമ്മുടെ ക്രൈസ്തവ ജീവിതവും തമ്മിലുള്ള സന്ദേശം? പ്രകൃതിയിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. പ്രകൃതി മറന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പ്രകൃതി നൽകുന്നത് ചില സന്ദേശങ്ങൾ ക്രൈസ്തവ ജീവിതത്തിന്റെ, ആത്മീക ജീവിതത്തിന് ശക്തമായ സംസാരമാണ്. ഒന്ന്, ആറിനരികെ നട്ടതാണ് ഈ വൃക്ഷം. ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിന് ദാവീദ് നൽകുന്ന സന്ദേശം,
ആറിനരികെ നട്ടവൻ എന്നൊരു ബോധ്യത്താൽ ജീവിക്കുക. ആറിനരികെ ആരും വൃക്ഷങ്ങൾ നടാറില്ല. കാരണം പക്ഷികൾ യാത്ര ചെയ്യുമ്പോൾ അവയുടെ കൊക്കിൽ നിന്ന് വീണാണ് വൃക്ഷങ്ങൾ കിളിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഉടയവൻ നട്ടതാണ്. കിഴക്കൻ മേഖലയെ പറ്റി പറഞ്ഞാൽ റബ്ബർ കൃഷി പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ. റബ്ബർ വെച്ച് പിടിക്കുന്നത് ആരെങ്കിലും പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല. വെച്ചുപിടിപ്പിക്കുന്നത് അതിനൊരു ഉടയവനുണ്ട്. എന്തോ പ്രതീക്ഷയുമായിട്ടാണ് ഉടയവൻ ഇത് നടുന്നത്. അപ്പോൾ ആറിനരികെ നട്ടത് ചില പ്രതീക്ഷകളുമായാണ്. ഉടയവനാകുന്ന ക്രിസ്തു ചില പ്രതീക്ഷകളുമായി നമ്മെ ഓരോരുത്തരെയും നട്ടിരിക്കുന്നതാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യമുണ്ടാവണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ചില ആശയങ്ങൾ ക്രൈസ്തവ ജീവിതത്തെ പറ്റി അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും 5 ആശയങ്ങൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആരംഭിക്കുമ്പോൾ കാണാം, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തവരാണ്. ഇതുതന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ബോധ്യത്താൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാൻ. ഇന്നിന്റെ പരാജയവും അതുതന്നെയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന ബോധ്യങ്ങൾ നഷ്ടമാക്കിക്കൊണ്ടുള്ള യാത്രകൾ. ബോധ്യങ്ങൾ നഷ്ടമാകുമ്പോഴും നോട്ടങ്ങൾ തെറ്റുമ്പോഴുമാണ് നേട്ടങ്ങൾ നഷ്ടമാവുന്നത്. ഒന്നുകൂടെ പറയട്ടെ, നോട്ടങ്ങൾ നഷ്ടമാകുമ്പോൾ നേട്ടങ്ങൾ നഷ്ടമാകും. തിരഞ്ഞെടുപ്പിനെ പറ്റി ബോധ്യങ്ങൾ നഷ്ടമാകുമ്പോൾ അത് പരാജയമാകും. ഉദാഹരണം വളരെ എളുപ്പമാണ്. പത്രമാധ്യമങ്ങൾ അന്വേഷിച്ചു നോക്കുക. 50 വർഷം മുമ്പ് ക്രൈസ്തവർ ഒരു കേസുകളിലും പ്രതികളല്ലെങ്കിൽ ഇന്നിലെ കേസിന്റെ പ്രതികൾ മുഖ്യമായും ക്രൈസ്തവർ തന്നെയാണ്. തിരഞ്ഞെടുപ്പുകളെ പറ്റിയും വിളികളെ പറ്റിയും ബോധ്യങ്ങൾ നഷ്ടമായില്ലേ? പത്രോസിനും അതുതന്നെയായിരുന്നു. മനുഷ്യനെ പിടിക്കുവാനുള്ളവൻ പോകുന്നത് ഗുരു എന്ന വലിയ ക്രിസ്തു മരിച്ചു എന്ന വലിയൊരു കാഴ്ചയുമായി അവൻ പോകുന്നത് തിബരിയാസിന്റെ കടൽ തീരത്തേക്കാണ്. പരാജയങ്ങളുമായി ഇവിടെ ശിഷ്യൻ ജീവിക്കുകയാണ്. പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നതും അതുതന്നെയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ബോധ്യം നഷ്ടമായില്ലേ? രണ്ടാമതായി പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ നിങ്ങളെ ദത്തെടുത്തു. ദത്തെടുക്കുക എന്നാൽ ഉടയവനില്ലാത്ത ആരോരുമില്ലാത്തവനെ സ്വന്തം മകനായി സ്വീകരിക്കുന്നതിന് പറയുന്ന പേരാണല്ലോ ദത്തെടുക്കൽ. എല്ലാം നഷ്ടമായവനെ ദൈവം ചേർത്തെടുക്കുകയാണ്. എല്ലാം നഷ്ടമായ മകനെ സ്നേഹപൂർവ്വം ദൈവമകനാക്കി തീർക്കുകയാണ് യേശു തമ്പുരാൻ ചെയ്യുന്നത്. ഉദാഹരണങ്ങൾ നമ്മൾക്കേറെ ശ്രദ്ധേയമാണ്. മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും പലപ്പോഴും ഒരു പുത്രന് ലേബൽ നൽകാറുണ്ട്. എന്നാൽ ഞാൻ ആ മകന് മറ്റൊരു പേര് നൽകാൻ ആഗ്രഹിക്കുകയാണ്. മുടിയനായ പുത്രനല്ല ഇവൻ, സ്നേഹനിധിയായ അപ്പന്റെ സ്നേഹം നിറഞ്ഞ മകനാണ് ഇവൻ. പേര് നമുക്ക് മാറ്റണം. കാരണം വേദപുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളെ ഞാനും നിങ്ങളും നേരിടുന്നത് മുൻവിധിയോടുകൂടിയാണ്. ഉദാഹരണം ഞാൻ തന്നെ പറയാം. യാക്കോബ് എന്ന വലിയ ഇസ്രായേൽ എന്ന പേരെടുത്ത വലിയൊരു ഭക്തനുണ്ട്. നാം പലപ്പോഴും കാണുന്നത് അമ്മാവിയപ്പനെ കളിപ്പിച്ച് യാത്ര ചെയ്യുന്ന യാക്കോബിനെയാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറം ഭക്തി നിർഭരമായ ഒരു ജീവിതം നയിച്ച ഇസ്രായേൽ എന്ന വലിയൊരു മനുഷ്യനെ നമ്മൾ അദ്ദേഹത്തിൽ കണ്ടെത്തുവാൻ കഴിയേണ്ടതുണ്ട്. വീണ്ടും കാണാം, മുടിയനായ പുത്രൻ എന്ന പേര് മാറ്റേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. സ്നേഹനിധിയായ അപ്പന്റെ സ്നേഹം നിറഞ്ഞ മകനാണ് ഈ മകൻ. അവൻ തിരികെ വരികയാണ്. ബോധ്യമായി അവൻ തിരികെ വരുമ്പോൾ അവനെ ചേർത്തണക്കുന്ന പിതാവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായി എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ നിങ്ങളെ മുൻ നിയമിച്ചതാണ്. അടുത്ത ഞായറാഴ്ച വായിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. അതിൽ കാണുവാൻ കഴിയുന്നുണ്ട്, 70 അറിയിപ്പുകാരെ തനിക്ക് മുമ്പായി ഗ്രാമങ്ങളിലേക്ക് അവൻ പറഞ്ഞയച്ചു. തനിക്ക് മുമ്പായി പറഞ്ഞയക്കുന്നതിന്റെ പേരാണ് മുൻ നിയമിക്കുക. ഗുരുവിനു വേണ്ടി, ഗുരുവിന്റെ സന്ദേശവുമായി ഗുരുവിന്റെ മുഖം പ്രതിഫലിക്കുവാൻ വേണ്ടി ശിഷ്യൻ പോകുന്നതിനാണ് മുൻ നിയമിക്കുക. പലപ്പോഴും ഞാനും നിങ്ങളും മുൻ നിയമിക്കപ്പെട്ടവരാണെന്ന കാര്യം മറന്നുപോയിക്കൊണ്ടാണ് യാത്രകൾ നടത്തുന്നത്.
ജീവിതം യാത്രയെന്ന് പറഞ്ഞത് കവിവരയന്മാരാണല്ലോ. കവിവരയന്മാർ പറഞ്ഞു, ജീവിതം യാത്രയാണെങ്കിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ കൈമാറുവാൻ, ദൈവത്തിനു വേണ്ടി നമ്മുടെ മുഖങ്ങൾ ദൈവമുഖങ്ങളായി തീരുവാനുള്ള വലിയൊരു ആഹ്വാനം ഈ ലേഖനത്തിൽ നൽകുന്നുണ്ട്. നാലാമതായി പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുത്തവർ മാത്രമല്ല. 1-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾക്ക് കാൽവറിയിലൂടെ വീണ്ടെടുപ്പ് സാധ്യമായി. പാപഭംഗിലമായ സമൂഹത്തിന് ദത്തെടുത്തുകൊണ്ട് വിമോചനത്തിന്റെ വലിയൊരു ആശയം ദൈവം നൽകുകയാണ്. പാപത്തിന്റെ അനുഭവത്തിൽ ജീവിച്ചിരുന്നവരെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് മാറ്റുകയാണ്. അവസാനം പൗലോസ് അപ്പോസ്തലൻ ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, അവകാശത്തിന്റെ അച്ചാരം നൽകിയിരിക്കുന്നു. എന്താണ് അച്ചാരം എന്ന പദം ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണല്ലോ. ചില മലയാള പദങ്ങൾ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഫറവോൻ ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പഴയ തലമുറയ്ക്ക് ആ പീഡനത്തിന് തീവ്രത മനസ്സിലാകും. പത്രമാധ്യമങ്ങൾ കാണുന്ന ന്യൂ ജനറേഷനുകൾക്ക്, വാട്സപ്പുകളിലും സെൽഫികളിലും മാത്രം ഒതുങ്ങുന്ന പുത്തൻ തലമുറയ്ക്ക് ഒരുപക്ഷെ മലയാള മനോരമയോടെയോ പത്രമാധ്യമങ്ങളിൽ കാണുന്ന പീഡനമാണ്. അതിനേക്കാൾ അപ്പുറം പീഡനം എന്ന വാക്കിന് ഒരർത്ഥമില്ലേ? ചില വാക്കുകളൊക്കെ ഇന്ന് അന്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. ചില വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അച്ചാരം എന്ന പദത്തിന്റെ അർത്ഥം ഒരു പിതാവ് തന്റെ മകനു വേണ്ടി ഒരു വിദ്യാഭ്യാസത്തിനല്ലാതെ വ്യവസായിക ആവശ്യത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി നൽകുന്ന സ്വത്തിന് പറയുന്ന പേരാണ് അച്ചാരം എന്ന്. യേശുക്രിസ്തു കാൽവറിയുടെ അനുഭവത്തിലൂടെ പരിശുദ്ധ റൂഹായാകുന്ന അച്ചാരത്തെ നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്. പലപ്പോഴും ഇത് മറന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും യാത്രകൾ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ആറിനരികെ നട്ടിരിക്കുന്ന വൃക്ഷങ്ങളാണെന്ന ബോധ്യം നമുക്ക് ഈ ധ്യാനത്തിലൂടെ ഉണ്ടാവേണ്ടതുണ്ട്. കഷ്ടതകൾ സഹിക്കുവാൻ ഒപ്പം വരം നൽകിയിരിക്കുന്നു. കഷ്ടതകളിലൂടെ ദൈവസാന്നിധ്യങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ തിരുമേനിയെ പറ്റി അനുസ്മരിക്കാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ വലിയൊരു അപരാധം തന്നെയാണ്. പഴയ സെമിനാരിയുടെ താമസിക്കുന്ന സമയത്താണ് കലശലായ ഉദരരോഗം ഉണ്ടാകുന്നത്. മുളന്തുരുത്തിയിൽ നിന്ന് പുണ്യപിതാവിനു വേണ്ടി ഔഷധങ്ങൾ നൽകുന്ന പിതാവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഔഷധങ്ങളുമായി എത്തുന്ന ഭൃത്യൻ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ വാങ്ങിച്ചു വെച്ചിട്ട് പറയുന്ന മറുപടിയുണ്ട്, ഇത് ദൈവം നൽകിയതാണ്. ദൈവത്തിന് വേണ്ടി കഷ്ടതകൾ സഹിച്ച, ദൈവത്തിന് വേണ്ടി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിച്ച പുണ്യവാനും പരിശുദ്ധനും ഒന്നേയുള്ളൂ, അത് പരിമല തിരുമേനി തന്നെയാണ്. തിരുമേനി നൽകുന്ന സന്ദേശം കഷ്ടതകൾ വിട്ടോടുവാനുള്ള സന്ദേശങ്ങളല്ല. പലപ്പോഴും ഞാനും നിങ്ങളും യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും ന്യൂ ജനറേഷൻ സ്പിരിച്വാലിറ്റികളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. കഷ്ടതകളൊന്നുമില്ലാത്ത, രോഗങ്ങളൊന്നുമില്ലാത്ത, എല്ലാം നിറഞ്ഞു കവിയുന്ന, എല്ലാം നമ്മളുടെ കൈപ്പിടികൾ ഒരുങ്ങുന്ന ആധ്യാത്മികതയ്ക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. തിരഞ്ഞെടുപ്പുകൾ ദൈവം നൽകിയതാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ബോധ്യമുണ്ടാവണം. 1 രാജാക്കന്മാർ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഏലിയാവ് എന്ന ഇസ്രായേലിന്റെ വലിയൊരു പ്രവാചകനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലും ഫിനിഷ്യയും എന്ന 2 സംസ്ഥാനങ്ങൾ യുദ്ധസന്നാഹങ്ങളിലാകുമ്പോൾ ഇസബേൽ എന്ന രാജ്ഞിയുടെ കുതന്ത്രങ്ങൾക്കെതിരെയും ബാലിന്റെ വിഗ്രഹാരാധനയ്ക്കെതിരെയും നിൽക്കുന്ന ഏലിയ പ്രവാചകൻ, ബാലിന്റെ പ്രവാചകന്മാരെ നശിപ്പിക്കുന്ന പ്രവാചകൻ ചുരച്ചെടിത്തണലിൽ ചെല്ലുമ്പോൾ ആകെ വീണു പോവുകയാണ്. തിരഞ്ഞെടുപ്പ് മറന്നുപോയിട്ട് ഏലിയാവ് പറയുന്ന പരാജയപ്പെട്ട ഒരു ശിഷ്യന്റെ മനോഭാവം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന ശിഷ്യൻ പരാജയം തന്നെയല്ലേ? വീണ്ടും കാണാം, യോനായുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യോന യാത്ര ചെയ്യുകയാണ്. 1,20,000 ചില്ലുവാനം ആളുകളെ മാനസാന്തരപ്പെടുത്തിയ യോന ഒരു രാവണക്കിന്റെ കീഴിൽ
സുന്ദരമായി ഉറങ്ങുകയാണ്. സുന്ദരമായി ഉറങ്ങുമ്പോൾ അവന് തോന്നുകയാണ് ഇവിടെ ഇരുന്ന് മരിച്ചാൽ മതി എന്ന് യോനായ്ക്ക് തോന്നുകയാണ്. നിനവെ എന്ന നഗരം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന യോന എന്ന ശിഷ്യൻ ചിന്തിക്കുന്നതും മറന്നുപോയതും അവന്റെ തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. എനിക്കിനി ഒന്നുമില്ലെന്ന യാത്രകൾ. ഒരു പക്ഷെങ്കിൽ ഒരു പുത്തൻ കുമ്പസാരം നമുക്ക് ആവശ്യമാണ്. ഒരു പുത്തൻ കുമ്പസാരം നമുക്ക് ആവശ്യം തന്നെയാണ്. നമുക്കും തിരിച്ചു വരണം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്താൽ നട്ടപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ് ഓരോ ധ്യാനവും ആത്മാ നിറവിൽ തീ പോലെ ജ്വലിക്കുന്നത്. പോൾ കൊട്ടാരമച്ചന്റെ മായാത്ത മനസ്സിലൊരു കുമ്പസാരം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു ജീവിതാനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ ദേവാലയങ്കണത്തിൽ നട്ടുച്ച നേരത്തിരിക്കുമ്പോഴാണ് പ്രായം നന്നേ കുറവായ ഒരു ചെറുപ്പക്കാരൻ എന്ന് തന്നെ പറയാം അദ്ദേഹം കടന്നു വരുന്നത്. അച്ഛൻ ചോദിച്ചു, എന്താണ് മകനെ നീ വന്നത്? അവൻ പറഞ്ഞു, അച്ഛ എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം. നട്ടുച്ച നേരത്താണോ കുമ്പസാരം എന്ന ഒരു പക്ഷെങ്കിൽ നമ്മൾക്ക് മനസ്സിൽ ചിരിക്കാമെങ്കിലും വൈദികനോട് അവൻ പറഞ്ഞു, പിതാവേ, എൻ്റെ ആദ്യ മകന് ഇന്ന് എൻ്റെ ഭാര്യ ജന്മം നൽകുകയാണ്. അവനെ കാണുമ്പോൾ പാപങ്ങളൊന്നുമില്ലാത്ത കുമ്പസാരിച്ച് വിശുദ്ധനായി തീർന്നെനിക്കുന്നവനെ കാണണം. പലപ്പോഴും ഞാനും നിങ്ങളും മറ്റുള്ളവരെ കാണുന്നത് പാപമാകുന്ന കറകളുമായിട്ടല്ലേ? ഈ ചെറുപ്പക്കാരൻ നൽകുന്നതും കൊട്ടാരത്തിൽ അച്ഛൻ പങ്കുവെക്കുന്നതും അതുതന്നെയാണ്. ഓരോ മനുഷ്യനെയും ഓരോ പുതുപിറവികൾ കാണുമ്പോഴും വിശുദ്ധരായി തീർന്നുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപാകെ ഒന്ന് പ്രത്യക്ഷപ്പെടുവാൻ സാധിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. ആറിനരികെ നട്ടിരിക്കുന്നതും ആറിനരികെ നട്ട വൃക്ഷങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് നദിയുമായി ഏറെ ബന്ധമുണ്ട്. നദിയുമായി ഏറെ ബന്ധമുണ്ട്. ഏതാണ് ഈ നദി? ഏതാണ് ഈ നദി എന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. യിരെമ്യാ പ്രവാചകൻ പാപപ്പെട്ട ഇസ്രായേലിന്റെ പാപപങ്കിലമായ ഇസ്രായേൽ സമൂഹത്തെ നോക്കി കരയുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എന്റെ ജനം 2 ദോഷം ചെയ്തു. എന്റെ ജനം 2 ദോഷം ചെയ്തു. ഒന്ന്, ജീവജലത്തിന്റെ നദിയായി എന്നെ ഉപേക്ഷിക്കുകയും, ഒന്നുകൂടെ എടുത്തു പറയട്ടെ, ജീവജലത്തിന്റെ നദിയായി എന്നെ ഉപേക്ഷിക്കുകയും പൊട്ടക്കിണറുകളെ ആശ്രയിക്കുകയും ചെയ്തിരിക്കുന്നു. യഹോവ എന്ന സത്യദൈവത്തെ മറന്നുകൊണ്ട്, ജീവന്റെ ദൈവത്തെ മറന്നുകൊണ്ട് ബാലെന്ന വിഗ്രഹാരാധനയിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിന്റെ സ്വന്തം പ്രവാചകൻ, ദൈവത്തിന് വേണ്ടി കണ്ണുനീരൊരുക്കിയ യിരെമ്യാ പ്രവാചകൻ കരയുകയാണ്. എന്റെ ജനം 2 ദോഷം ചെയ്തു, ജീവജലത്തിന്റെ നദിയായ എന്നെ ഉപേക്ഷിച്ചു. ആറിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം തെരഞ്ഞെടുക്കപ്പെട്ട വൃക്ഷമാണ്. 2, ജീവജല നദിയുമായി ദൈവവുമായി ഏറെ ബന്ധമുണ്ട്. നമ്മുടെ ദൈവാനുഭവ ബന്ധങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ദൈവവുമായുള്ള ബന്ധം എപ്രകാരമാണ്? പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തെ കാണുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എനിക്കിത് ലഭിക്കണം, എനിക്കിത് ലഭ്യമാകണം, തന്നേ മതിയാവുകയുള്ളൂ എന്ന പ്രാർത്ഥനകളൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ, അല്ലേ? അല്ലാതെ എന്തെങ്കിലും നന്ദിയുടെ പ്രാർത്ഥന നമ്മുടെ ചുണ്ടുകളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? നിനവയിലെ ഇസഹാക്ക് എന്ന സുറിയാനി പിതാവ് ഇപ്രകാരം എഴുതുന്നുണ്ട്, പ്രാർത്ഥനയിലൂടെ സൃഷ്ടാവിന്റെ മനസ്സറിയലാണ്. പ്രാർത്ഥനയിലൂടെ ദൈവിക ഹിതം മനസ്സിലാക്കുവാനും ദൈവ ഇഷ്ടത്തെ അറിയുവാനുള്ള മാർഗമാണ് പ്രാർത്ഥന. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ അപ്രകാരമാണ്. ദൈവത്തെ മാറ്റുന്ന പ്രാർത്ഥനകളാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ദൈവത്തിന്റെ പോളിസികൾ മാറ്റുവാനുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ പോളിസികൾ. പൗലോസ് അപ്പോസ്തലൻ ആത്മനിറവിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു പുത്തൻ പോളിസി എടുക്കണം. അതൊരു LIC പോളിസിയാണ്. പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന പോളിസി പുതിയൊരു LIC പോളിസിയാണ്. അത് ഞാൻ ഇപ്രകാരം കുറിക്കും: ലൈഫ് ഇൻ ക്രൈസ്റ്റ്. L ഫോർ ലൈഫ്, I ഫോർ ഇൻ, C ഫോർ ക്രൈസ്റ്റ്. LIC, ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന പോളിസികളുമായി ഞാനും നിങ്ങളും യാത്ര ചെയ്യണം. ജീവൻ സുരക്ഷകളും മറ്റു പോളിസികളെക്കാൾ അപ്പുറം ക്രിസ്തുവിലായി
ദൈവമാകുന്ന ജീവജലവുമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് യോനയുടെ പുസ്തകത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്യാം. ആവണക്കിന്റെ കീഴിൽ നന്നേ സന്തോഷം ആഘോഷിക്കുന്ന യോനായുണ്ട്. പലപ്പോഴും ഞാനും നിങ്ങളും ഇതുതന്നെയാണ്. ആവണക്കുകളുടെ കീഴിൽ സുന്ദരമായി ഉറങ്ങുവാൻ ആഗ്രഹിക്കുന്ന ചില ഭക്തരായി തീരുന്നുണ്ട്. ആവണക്കാകുന്ന ധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും മറ്റ് കഴിവുകളുടെയും ചുവടുകളിലിരുന്ന് ഉറങ്ങുവാനും ആലസ്യപ്പെടുവാനും ആഗ്രഹിക്കുമ്പോൾ ധ്യാനം നൽകുന്ന സന്ദേശം, ദൈവവുമായുള്ള നിന്റെ ബന്ധമൊന്ന് തിരിച്ചറിയണം. ദൈവവുമായി നിന്റെ ബന്ധം എപ്രകാരമാണ്? എവിടെയൊക്കെയോ ഞാനും നിങ്ങളും ദൈവത്തെ മറന്നുപോയില്ലേ? ദൈവത്തെ മറന്നുപോയി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ധ്യാനം നൽകുന്നത് തന്നെയാണ് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം. 1811 തൃശൂർ ജില്ലയിലെ കുന്നംകുളം ദേശത്ത് ഒരു നല്ല ക്രൈസ്തവ മിഷണറി ജന്മമെടുത്തു. ഒരുപക്ഷെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പഴയ തലമുറയ്ക്ക് അദ്ദേഹത്തെ അറിയാമായിരിക്കാം. PV തൊമ്മ എന്ന തൊമ്മി ഉപദേശി കുന്നംകുളത്താണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടമായി ആ പുണ്യ മിഷണറി പ്രവർത്തകന്റെ. 8ാമത്തെ വയസ്സിൽ മാതാവും അതിനുശേഷം പിതാവും നഷ്ടമാകുമ്പോൾ കുടുംബോഭാരവുമായി ഈ ദൈവദാസൻ ജീവിക്കുകയാണ്. അവസാനം ഒരു സ്കൂൾ അധ്യാപകനായി ജീവിതം ആരംഭിച്ചുകൊണ്ട് അധികം താമസിക്കാതെ ആ ഉപജീവന മാർഗം ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി പിന്നീട് കേരളത്തിലും ഭാരതത്തിലും ദൈവ സന്ദേശവുമായി, ദൈവരാജ്യ സന്ദേശവുമായി ആ ദൈവദാസൻ ജീവിക്കുകയാണ്. അദ്ദേഹം വേദപുസ്തകം എടുത്ത നാൾ മുതൽ അവസാന നാൾ വരെ രോഗങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്നവർ ഓർക്കുക, നിങ്ങൾ വേദപുസ്തകത്തെ എടുത്താൽ നിങ്ങളെ വേദപുസ്തകം എടുക്കും. നിങ്ങൾ വേദപുസ്തകത്തെ എടുത്താൽ നിങ്ങളെ വേദപുസ്തകം എടുത്തും. തിരുവചനത്തെ നിങ്ങൾ വഹിച്ചാൽ തിരുവചനം നിങ്ങളെ വഹിക്കും. അത് നമ്മുടെ ജീവിതത്തിന് ഹൃദയത്തിൽ മായാത്തരഹയായി എന്നും ഉണ്ടാവട്ടെ. ഉപദേശിയുടെ ആദ്യ പ്രസംഗം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഉദരരോഗങ്ങളിൽ തുടങ്ങി അവസാനം ആരോടും പറയുവാൻ കഴിയാത്ത ശാരീരിക ബലഹീനതകൾ വരെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ദൈവവചനം ഉപേക്ഷിച്ചില്ല. അവസാനം രോഗക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം പാടി, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. ഇതാണ് യഥാർത്ഥ ഭക്തന്റെ ജീവിതം. ദൈവവുമായുള്ള ബന്ധത്തിൽ അതിശയങ്ങളെ കണ്ടെത്തുവാനും ദൈവസ്നേഹത്തിന്റെ ആഴം തിരഞ്ഞെടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സങ്കീർത്തനക്കാരൻ പാടുന്നതും അതുതന്നെയാണ്. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഒന്നുകൂടെ മുമ്പേ പറഞ്ഞ വാക്ക് ഞാൻ ഉദ്ദേശിക്കട്ടെ. തിരുവചനം നാം വഹിക്കുമ്പോൾ തിരുവചനം നമ്മളെ വഹിക്കും. മുത്തുച്ചിപ്പി ഏവർക്കും ഇഷ്ടമാണ്. അതിന് വില ഏറെ കൂടുതൽ തന്നെയാണ്. സമുദ്രത്തിൽ മുത്തുകൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക മാർഗം തന്നെയാണ്. അതിൻ്റെ ശരീരം വളരെ മൃദുവായ ശരീരമാണ്. അത് കടലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മണൽത്തരികൾ അതിൻ്റെ ശരീരത്തിൽ അടുത്തുകൂടാറുണ്ട്. അടിഞ്ഞുകൂടുമ്പോൾ നല്ല വേദനകൾ ആ മുത്തുച്ചിപ്പിക്കുണ്ടാകാറുണ്ട്. എങ്കിലും ദൈവം അതിനൊരു കഴിവ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ശരീരത്തിൽ നിന്ന് 2 സ്രവങ്ങൾ പുറപ്പെടുവിച്ച് ആ മണലിനെ ഒരു ചെറിയ ഒരു അവസ്ഥയിലേക്ക് മാറ്റുകയാണ്. കാലാന്തരത്തിൽ ഈ മണലും ദ്രാവകവും ചേർന്നാണ് മുത്തുച്ചിപ്പികൾ രൂപപ്പെടുന്നത്. വേദനകളിലൂടെ മുത്തുച്ചിപ്പികളായി തീരുവാനുള്ള വലിയൊരു ആഹ്വാനമുണ്ട്. ദൈവബന്ധത്തിൽ, ദൈവാനുഭവത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഏറെയുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ജീവിതം സന്തോഷമായി തീരുന്നത്. പ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്നില്ലേ എന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. ഇന്നിന്റെ പരാജയം അതുതന്നെയാണ്. കുടുംബജീവിതങ്ങളുടെ തകർച്ചയും അതുതന്നെയാണ്. പഴയ നിയമത്തിൽ ഒരു കുടുംബമുണ്ട്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആർക്കെങ്കിലും പറയാമോ ആ കുടുംബം ഏതാണെന്ന്? ഹന്നയുടെയും എൽക്കാനയുടെയും കുടുംബമാണ്. ഒരു പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ 3 തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന 1-ാം അധ്യായം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം
13 വാക്യത്തിലാണ് അവർ നിരന്തരം ദേവാലയത്തിൽ പോയി ആരാധന കഴിച്ചിരുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന ദേവാലയ ആരാധനയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന എൽക്കാനയുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന എന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യത്തിലാണ്. എൽക്കാനയും ഹന്നയും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥനയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ചു പുലരുമെന്ന ആംഗ്ലേയക്കാരന്റെ വാക്കുകൾക്ക് എത്ര പ്രസക്തിയാണ്. മൂന്നാമതായി കുടുംബത്തിന്റെ പ്രാർത്ഥന എന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-15 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആരും അറിയാതെ രഹസ്യമായുള്ള പ്രാർത്ഥനകളാണ്. അതുതന്നെയല്ലേ ക്രിസ്തു പഠിപ്പിച്ചതും? നീ അറയിൽ കടന്ന് നിന്റെ രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. ഈ 3 പ്രാർത്ഥനകളും പൗരസ്ത്യ ആധ്യാത്മികതയുടെയും ഓർത്തഡോക്സിയുടെയും സന്ദേശങ്ങൾ തന്നെയാണ്. ദേവാലയ ആരാധനയും കുടുംബ പ്രാർത്ഥനകളും വ്യക്തിഗത പ്രാർത്ഥനകളും ചേരുമ്പോൾ മാത്രമേ ഒരുവന് ആത്മീകമായി വളരുവാൻ കഴിയുകയുള്ളൂ. 3 പ്രാർത്ഥനകളും ജീവജല നദിയുമായി ദൈവവുമായുള്ള ബന്ധത്തിലാണ്. പ്രതീക്ഷയറ്റവർക്കും പ്രത്യാശകളും സഹായങ്ങളും അറ്റവർക്കും തുണയായി എന്നും ദൈവമുണ്ട്. പഴയ നിയമത്തിൽ ഹാഗാറിനെ നമുക്ക് കാണാം. ഹാഗാർ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യ സാറായിൽ നിന്ന് അപമാനങ്ങൾ ഏറ്റുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. പക്ഷെങ്കിൽ ചുരച്ചടിത്തണലിൽ കഴിയുമ്പോഴും മകൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാവിന്റെ നൊമ്പരത്തിലും അവിടെ എത്തുന്നതും ദൈവമല്ലേ? പ്രതീക്ഷയറ്റവർക്ക് എന്നും ദൈവം കൂട്ടാളിയാണ്. ജോസഫ് വേദപുസ്തകത്തിലെ മറ്റൊരു കഥാപാത്രമാണ്. ജോസഫിനെ പറ്റി 19-ാം അധ്യായത്തിൽ പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുമ്പോൾ ഫറവോ രാജാവ് എഴുതുന്നുണ്ട്, ഈ മനുഷ്യനെ പോലെ മറ്റൊരു മനുഷ്യനെ ഞാൻ ഈ ഭൂമിയിൽ കണ്ടെത്തിയിട്ടില്ല. ജോസഫ് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ സഹോദരന്മാരാൽ എല്ലാവരാലും അവഗണിക്കപ്പെട്ട കിണറ്റിൽ നിന്നും എല്ലാം പ്രതീക്ഷകൾ നഷ്ടമായി. അവിടെയും ഉണ്ടായിരുന്നു ക്രിസ്തു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർക്കെന്നും ക്രിസ്തു കൂട്ടാണ്. ദാനിയേലിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സിംഹക്കുഴിയിൽ യഹോവയാം ദൈവത്തിന് വേണ്ടി വീണവനാണ് ദാനിയേൽ. പക്ഷെങ്കിൽ ദൂതനെ പോലെ യഹോവയാം ദൈവം അവിടെ ചെല്ലുകയാണ്. എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. അടുത്ത സമയത്ത് ശമ്മാശ പദവിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് ഞാൻ ഏറെ വായിച്ചിട്ടുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തികൾ. 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് ശമ്മാശനെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്തെഫാനോസ് ശമ്മാശനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസ് എവങ്കലിസ്ത കുറിക്കുന്നത് ഒരുപക്ഷെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 7-ാം അധ്യായത്തിലാണ് ഇപ്രകാരം വായിക്കുന്നത്, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ തേജസ് പോലെ ജ്വലിച്ചു കൊണ്ടിരുന്നു. ഒരുപക്ഷെങ്കിൽ നോക്കുക, അവൻ സ്വർഗത്തിലേക്കാണ് അവന്റെ നോട്ടം. ഞാൻ ആദ്യമേ പറഞ്ഞു, നോട്ടം തെറ്റിയാൽ നേട്ടങ്ങൾ നഷ്ടമാകും. സ്തെഫാനോസ് ശമ്മാശൻ നോക്കുന്നത് പീഡന സമൂഹത്തിന്റെ മുമ്പിലും ന്യായാധിപ സമൂഹത്തിന് മുമ്പിലും ശമ്മാശൻ നോക്കുന്നത്, സ്തെഫാനോസ് എന്ന രക്തസാക്ഷി നോക്കുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷകൾ നറ്റവർക്കും പ്രത്യാശകളറ്റവർക്കും എന്നും കൂട്ടാളിയായി ക്രിസ്തുവുണ്ട്. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടിയത്, ദാനിയേലിൻ ദൈവമെന്നും ജീവിക്കുന്ന എൻ്റെ ദൈവം. നാം എവിടെയാണ് നമ്മുടെ ജീവിതങ്ങൾ? ഒരുപക്ഷെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ എവിടെയാണ്? ദൈവവുമായുള്ള ബന്ധം എപ്രകാരമാണ്? ആർക്കും ക്രൈസ്തവനായി ജീവിക്കുവാൻ സാധ്യമല്ല. ആരെങ്കിലും ക്രൈസ്തവനായി ഇന്നുവരെ ജീവിച്ചിട്ടുമില്ല. കാരണം ക്രിസ്തുവിന്റെ മാർഗങ്ങൾ അനുഗമിക്കുന്നവർ മാത്രമാണ് ഇന്നിന്റെ ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ഇന്നിന്റെ ആവശ്യം തന്നെയാണ്. കാരണമുണ്ട്, ക്രിസ്തു പഠിപ്പിച്ചതും വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്തു മലപ്രഭാഷണത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത് നമ്മളെ പോലെ തന്നെയാണോ നമ്മുടെ അയൽക്കാരെ? വീണ്ടും ഒരുപക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ ചിരിക്കുവാനുള്ള സന്ദേശങ്ങളായി ചിലർക്ക് തോന്നാം. എന്നാൽ ആത്മാവിൽ കത്തുന്ന സന്ദേശങ്ങളായി തീരുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം യഥാർത്ഥ ജീവിതമായി തീരുന്നത്.
വീണ്ടും ഗുരു പഠിപ്പിച്ചു, നിന്നോട് ഒരു വഴി യാത്ര ചെയ്യുവാൻ പറയുന്നവനോട് 2 വഴി കൂടെ യാത്ര ചെയ്യുവാനുള്ള വലിയ ത്യാഗത്തിന്റെയും വിട്ടുകൊടുക്കലിന്റെയും സ്നേഹമാണ് ക്രൈസ്തവ ജീവിതം. വീണ്ടും ക്രിസ്തു പറഞ്ഞു, നിന്നോട് ഉടുപ്പ് ചോദിക്കുന്നവന് നിന്റെ പുറം കുപ്പായം കൂടെ വിട്ടുകൊടുക്കുവാനുള്ള ത്യാഗമാണ്. പാലസ്തീൻ ദേശത്ത് നല്ല തണുപ്പിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയാണ് ഉടുപ്പുകളോടൊപ്പം പുറം കുപ്പായങ്ങൾ നൽകുന്നത്. വിട്ടുകൊടുത്തു വേണ്ടി അപരന് ജീവിതമായി തീരുവാനുള്ള വലിയൊരു ആഹ്വാനം ക്രിസ്തു നൽകുന്നില്ലേ? ആരെങ്കിലും ക്രിസ്തുവിനെ പോലെ ജീവിച്ചിട്ടുണ്ടോ? അടുത്തെത്തുന്ന പാപിനിയായ സ്ത്രീയോട്, മകളെ പൊക്കൊള്ളുക, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള വിശാല മനസ്ഥിതി നമുക്കുണ്ടോ? നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോ വ്യക്തികളെയും ഞാനും നിങ്ങളും കണ്ടെത്തുന്നതും മുൻവിധികളോടുകൂടിയാണ്. ദൈവവചനങ്ങൾ ജീവിതത്തിൽ തീപ്പൊരിയായി തീർന്നുകൊണ്ട് രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് എത്തേണ്ടത് ആവശ്യം തന്നെയാണ്. ജീവജല നദിയുമായുള്ള ബന്ധം ആറിനരികെയുള്ള വൃക്ഷത്തിന്റെ പ്രത്യേകതയാണ്. യഥാർത്ഥ ഭാഗ്യവാനായ മനുഷ്യൻ ആറിനരികെ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആദ്യം ഞാൻ പറഞ്ഞു വന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ബോധ്യമാണ്. രണ്ടാമതായി പറഞ്ഞത് അത് ജീവജല നദിയുമായുള്ള ദൈവവുമായിട്ട് ബന്ധമാണ്. മൂന്നാമതായി അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആറിനരികെ വിട്ട വൃക്ഷങ്ങൾക്ക് ആഴത്തിൽ അതിന് വേരോട്ടമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ ജീവിതത്തിൽ ആഴമായ സമർപ്പണമുള്ള മനുഷ്യനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. ആഴമായ സമർപ്പണങ്ങൾ ഇന്നില്ലാതെ പോകുന്നതല്ലേ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പരാജയങ്ങൾ? അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ അല്പം ചിരിയുമായിട്ടാണ് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ളത്. പിതാവിനോട്, അബ്രഹാമിനോട് യഹോവയാം ദൈവം പറയുന്നുണ്ട്, നീ പൊക്കൊള്ളുക. ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പുകളോ വാട്സപ്പ് കോളുകളോ ഒന്നുമില്ലാത്ത കാലഘട്ടത്താണ് മിഷണറിയായി ഇവിടെ യാത്ര അയക്കുന്നത്. നോക്കുവാൻ മാപ്പുകളൊന്നുമില്ലാത്ത, വഴികളെപ്പറ്റി ഗ്രാഹ്യങ്ങളൊന്നുമില്ലാത്ത വിശ്വാസികളുടെ പിതാവ് അബ്രഹാമിനോട് പറയുകയാണ്, നീ യാത്ര ചെയ്യണം, നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യണം. അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അതിനോടൊപ്പം പറഞ്ഞ കാര്യം പലപ്പോഴും അല്പം സരസമായി പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. നിന്റെ സന്തതി മണൽത്തരി പോലെ ആയിത്തീരും. 100 വയസ്സ് തികഞ്ഞിട്ടും പുണ്യപിതാവായ അബ്രഹാമിന് ഒരു കുഞ്ഞിക്കാലുകാലും കാണാനുള്ള അവസ്ഥ പോലും ഇല്ലല്ലോ എന്ന് പലപ്പോഴും നാം ആലോചിക്കേണ്ടതും ആവശ്യമാണ്. 100 വയസ്സ് വരെ നടത്തിയ യഹോവയാം ദൈവത്തെ അബ്രഹാം തള്ളിപ്പറയുന്നില്ല. പക്ഷെങ്കിൽ ജീവിതത്തിന്റെ അവസാനം സഹനങ്ങൾക്കും സമർപ്പണത്തിനും ക്രിസ്തു യഹോവയാം ദൈവം മറുപടി നൽകുകയാണ്. ജീവിത അനുഗ്രഹങ്ങളുമായി അബ്രഹാമിനെ നൽകുകയാണ്. അവന്റെ പേരാണ് ഇസഹാക്ക്. വീണ്ടും കാണാം, അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ നമുക്കൊന്നുകൂടെ യാത്ര ചെയ്യാം. അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ മകനെ എനിക്ക് ബലിയായി തരണം. എന്തൊരു തീവ്രമായ വേദനകളുമായിട്ടാണ് ഈ മല കയറുന്നത്. വിറകിനുള്ള, യാഗത്തിനുള്ള വിറകുമായി യാത്ര ചെയ്യുമ്പോൾ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പ വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള ആടന്ത്. ഒരു പക്ഷേ തീവ്രമായ വേദനയോടെ മുൻവിധികളൊന്നുമില്ലാതാവാം അബ്രഹാം പറഞ്ഞത്, ദൈവം കരുതിക്കൊള്ളും, യഹോവയാം ദൈവം കരുതിക്കൊള്ളും. യഹോവയാം ദൈവം കരുതിക്കൊള്ളും സമം അബ്രഹാമിന്റെ ജീവിതം. യഹോവയാം ദൈവം കരുതിക്കൊള്ളും സമം അബ്രഹാം ജീവിതം. ഇതാണ് അബ്രഹാമിന്റെ ജീവിതം. മറ്റൊന്നും വായിച്ചില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ പലകകൾ എഴുതേണ്ടതും അബ്രഹാം എന്നാൽ യഹോവ കരുതിക്കൊള്ളും. ഇതാണ് ആഴമായ സമർപ്പണം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തു അയക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. അവർ തിരികെ വന്നിട്ട് ഗുരുവിനോട് പറയുന്നുണ്ട്, ഗുരുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനേകം അത്ഭുതങ്ങൾ നടത്തി. ക്രിസ്തു എല്ലാം കേട്ടു നിന്നുകൊണ്ട് അവസാനം പറയുന്നുണ്ട് 18-ാമത്തെ വാക്യം, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടോ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ടോ അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയതിൽ അത്രേ സന്തോഷിക്കേണ്ടത്. യഥാർത്ഥ സമർപ്പണം ഉള്ളവർക്ക് മാത്രമേ
സ്വർഗത്തിന്റെ പലകകളിൽ പേരുണ്ടാവുകയുള്ളൂ. സ്വർഗത്തിന്റെ പലകകളിൽ പേരുണ്ടാവുകയുള്ളൂ. ഞാനും നിങ്ങളും ജീവിതയാത്രകൾ എവിടെയാണ്? ദൈവവുമായുള്ള നമ്മുടെ സമർപ്പണങ്ങളും ബന്ധങ്ങളും എവിടെയാണ്? ദൈവത്തിലുള്ള വിശ്വാസങ്ങൾ കുറഞ്ഞു പോകുന്നില്ലേ? മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരൻ സച്ചിദാനന്ദൻ ഇപ്രകാരം എഴുതി ചേർത്തു. സാക്ഷ്യങ്ങൾ എന്ന കവിതയിലാണ് അദ്ദേഹം എഴുതിയത്, 6-ാം ദിവസമാണ് ദൈവത്തിന് അബദ്ധം പിണഞ്ഞത്. എന്താണ് 6-ാം ദിവസത്തിന്റെ പ്രത്യേകത? കവി കുറിക്കുകയാണ്, 6-ാം ദിവസമാണ് ദൈവത്തിന് അബദ്ധം പിണഞ്ഞത്. വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ സൃഷ്ടിച്ച ദിവസമാണ് ദൈവത്തിന് അബദ്ധം പിണഞ്ഞത്. ഒരുപക്ഷെങ്കിൽ ശരിയല്ലേ? പ്രാർത്ഥനകൾക്ക് വിനയമില്ല, ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദിയുമില്ല. കയ്യിലൊന്നുമില്ലെങ്കിലും ദൈവം തന്നതെന്ന് പറയുന്നതിനാണ് വലിയ സമ്പത്ത്. കയ്യിലൊന്നുമില്ലെങ്കിലും ദൈവം വഴി നടത്തിയെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിനയമില്ലാതെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ചുങ്കക്കാരനെ പോലെയൊക്കെ ആകാം. പ്രാപിച്ചതിനോട് നന്ദിയില്ല. നമ്മൾ ഇല്ലക്കങ്ങൾ പറഞ്ഞുള്ള യാത്രകളാണല്ലോ. കടലിന്റെ ഉടയവനോട് ചോദിച്ചാൽ കടലോളം തരുവാൻ കഴിയുന്ന ഉടയവനെന്ന ബോധ്യവുമായി ഈ ദേവാലയത്തിൽ ഞാനും നിങ്ങളും തിരിച്ചു പോകണം. കടലോളമുള്ളവന്റെ മുമ്പിൽ ചോദിക്കുമ്പോൾ കടലോളം നിറവേറ്റിത്തരുന്ന വലിയൊരു സ്നേഹിതനായ പിതാവുണ്ട്. ആ പിതാവിന്റെ പേരാണ് ജീവനുള്ള ദൈവം. നമ്മുടെ ജീവിതങ്ങൾ കവിയുടെ വാക്കുകൾക്ക് ശ്രദ്ധ ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ വിനയമില്ലാതാണോ പ്രാർത്ഥിച്ചത്? പ്രണയമില്ലാതാണോ പ്രാപിച്ചത്? നന്ദിയില്ലാത്തവരായി ജീവിക്കുന്നവർ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. എവിടെയൊക്കെയോ നമ്മുടെ ബന്ധങ്ങളും ഒക്കെ മറന്നു പോകുന്ന ജീവിത കാലഘട്ടത്താണ് ജീവിക്കുന്നത്. അമേരിക്കയിൽ ജനിച്ച റോണി എന്ന മിഷണറി എന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 8-ാമത്തെ വയസ്സിൽ 2 കാലുകളും തളർന്നുപോയി. 12-ാമത്തെ വയസ്സിൽ വലതുകൈയുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടമായി. വിദ്യാഭ്യാസത്തിന് പോകുവാൻ പോലും കയ്യിൽ പണമില്ലാതെ റോണി എന്ന മിഷണറി ജീവിക്കുകയാണ്. ആകെയുള്ളത് വേദപുസ്തകം മാത്രമാണ്. വേദപുസ്തകവുമായി അവൻ വായിക്കുവാൻ തുടങ്ങി. ആകെ ചലിക്കുവാൻ ശേഷിയുള്ള ഇടതുകൈയുമായി അവൻ വേദപുസ്തകം പിടിക്കും. അവൻ വായിക്കും. നന്നായി പ്രാർത്ഥിച്ചു. അവൻ ഒരിക്കൽ വായിച്ച വേദഭാഗം പൗലോസ് അപ്പോസ്തലന്റെ വേദഭാഗമാണ്, ഫിലിപ്പി ലേഖനം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. കണ്ണീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 21-ാമത്തെ വയസ്സിൽ 2 കാലുകൾക്കും ചലനശേഷി പൂർണ്ണമായും കൈവന്നു. അതേ വർഷം തന്നെ വലതുകൈക്ക് പൂർണ്ണമായ ചലനശേഷി വീണ്ടും കൈവരികയാണ്. അദ്ദേഹം ദൈവരാജ്യ സന്ദേശവുമായി അമേരിക്ക എന്ന വലിയ രാജ്യത്തിൽ തെരുവീതികളിൽ പോയി ദൈവത്തിനു വേണ്ടി ശുശ്രൂഷിക്കുകയാണ്. 21-ാമത്തെ വയസ്സിൽ ചലനശേഷി കൈവരുന്നതിന് മുമ്പ് ഇടത് കൈകൊണ്ട് അദ്ദേഹം കിങ്ഡം ഓഫ് ഗോഡ് എന്ന സീരീസിൽ 32 പുസ്തകങ്ങൾ എഴുതി. പലപ്പോഴും പരാജയങ്ങൾ ജീവിതം മരവിക്കുമ്പോൾ റോണി എന്ന ക്രൈസ്തവ മിഷണറി നൽകുന്ന വലിയ സന്ദേശമാണ്, ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ ജീവിച്ചു തീർക്കുവാൻ കഴിയേണ്ടതുണ്ട്. 21 വയസ്സിന് ശേഷം അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന മിഷണറിയാണ്. വീണ്ടും ജീവിതത്തിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഈ റോണി എന്ന ക്രൈസ്തവ മിഷണറി. 25-ാമത്തെ വയസ്സിൽ 3 ഭാഗത്ത് അർബുദബാധിതനായി തീർന്നു. 3 ഭാഗങ്ങളിൽ അർബുദബാധിച്ച റോണി ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ ഗത്സമത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സ്നേഹനിധിയായ യേശുവിന്റെ ഫോട്ടോ കാണുകയാണ്. വൈദ്യശാസ്ത്രം അവനോട് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഇനി മറുപടികൾ ഒന്നുമില്ല, ഇനി മരണം മാത്രമാണ് എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരനായ റോണിക്കുണ്ടാകുന്ന തീവ്രമായ വേദന എപ്രകാരമാണ്? നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയും 2 വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായി അർബുദം ഭേദമായി തീർന്നു. അതിനുശേഷം അദ്ദേഹം 80 വയസ്സ് വരെ ജീവിച്ചു. ലോകത്തിൽ
അറിയപ്പെടുന്ന ക്രൈസ്തവ മിഷണറിയായി. അദ്ദേഹത്തിന്റെ പേരാണ് റോണി ജീൻവാൽ. അനേക പുസ്തകങ്ങളുണ്ട്, വായിക്കുക. ഇവിടെയാണ് റോണി നൽകുന്ന സന്ദേശം, ക്രൈസ്തവ മിഷണറി നൽകുന്ന സന്ദേശം. ദൈവാനുഭവ ബന്ധത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ കുഞ്ഞെ സമർപ്പിക്കുക. സമർപ്പണത്തിന്റെ അനുഭവത്തിലൂടെ നാം ജീവിക്കേണ്ടതും അതുതന്നെയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതവും അതുതന്നെയല്ലേ? സമർപ്പണത്തിലൂടെ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച ചരിത്രമല്ലേ പുണ്യവാനായ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം? അതുകൊണ്ടല്ലേ അനേകം ഞാനും നിങ്ങളും ശരണമായി ഈ ഖബറിലേക്ക് വരുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതും ആറിനരികെ നട്ടിരിക്കുന്നതും തക്കകാലത്ത് കായ്ക്കുന്ന വൃക്ഷം പോലെയുമാണ് ഭാഗ്യവാനായ മനുഷ്യൻ. ആഴമായ സമർപ്പണമുള്ള മനുഷ്യനാണ് ഭാഗ്യവാനായി തീരുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് പുതിയൊരു ഉണർവ് ആവശ്യം തന്നെയാണ്. ആത്മീയ ജീവിതത്തിന് പുതിയൊരു ഉണർവ് ആവശ്യം തന്നെയാണ്. അവസാനത്തെ ചിന്തയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്. ഓശാന ബൈബിൾ പരിഭാഷയിൽ കാലത്തിനൊത്ത് ഫലം കായ്ക്കുക എന്നൊരു വാക്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഫലം കായ്ക്കലുകൾ എപ്രകാരമാണ്? എന്ത് ഫലമാണ് ഞാനും നിങ്ങളും കായ്ക്കേണ്ടത്? എങ്ങനെയാണ് ഫലങ്ങൾ കായ്ക്കേണ്ടത്? മലമുകളിൽ ചെന്നിട്ട് യേശുതമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം, ചീത്തഫലം കായ്ക്കുന്ന വൃക്ഷത്തെ പറ്റി. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലിട്ട് കളയുവാനുള്ള വലിയൊരു ആഹ്വാനമുണ്ട്. ഫലങ്ങൾ നൽകുന്ന ഭാഗ്യാവസ്ഥയെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ ധ്യാനവും നമ്മളെ പുതിയൊരു ഫലങ്ങൾ കായ്ക്കുവാനുള്ള വലിയൊരു ആവേശം നൽകുന്നുണ്ട്. ദാവീദ് പറയുന്നില്ലേ, ഹൃദയത്തെങ്കിൽ ധ്യാനത്തിങ്കൽ എൻ്റെ ഹൃദയത്തിൽ തീ കത്തി. ധ്യാനത്തിങ്കൽ ഹൃദയത്തിൽ തീ കത്തുക എന്നാൽ പുതിയ ഫലങ്ങൾ കായ്ക്കുവാനുള്ള വലിയൊരു വെളിച്ചമാണ് നൽകുന്നത്. തക്കകാലത്ത് ഫലം കായ്ക്കുന്നവരായി ഞാനും നിങ്ങളും തീരണം. ആത്മാവിന്റെ ഫലങ്ങളെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. എത്ര ഫലങ്ങളാണ് എന്ന് ചോദിച്ചാൽ 9 എന്ന് പറയും. വെല്ലിച്ചന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദപുസ്തകത്തെ പറ്റിയുള്ള ഗ്രാഹ്യം ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട റംബാച്ചൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മറ്റ് എല്ലാം വായിക്കുവാൻ കഴിയും, വേദപുസ്തകം മാത്രം വായിക്കുവാൻ കഴിയാത്തവരായി മാറിയിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നഷ്ടമാകുന്നതും ഇത് തന്നെയാണ്, വേദപുസ്തക വായനകൾ. ചെറുപ്പക്കാരൻ ആഗ്രഹം ഇത്രയും ഉള്ളൂ, വിവാഹം കഴിക്കണം. വെല്ലിച്ചന്റെ അടുക്കലേക്ക് വന്നു, അച്ഛനോട് പറഞ്ഞു കുമ്പസാരിക്കണം. അച്ഛൻ പറഞ്ഞു കുമ്പസാരിക്കാം. കുമ്പസാരത്തിനിടയിൽ വെല്ലിച്ചൻ ചോദിച്ചു, മകനെ കൽപ്പനകൾ എത്രയുണ്ട്? അവൻ പറഞ്ഞു 2 കൽപ്പന. നമുക്കും ഇന്ന് 2 കൽപ്പനകളെ അറിയത്തുള്ളല്ലോ. ചെറുപ്പൻ പറഞ്ഞത് 1 സ്നേഹിക്കണം, 2 ബഹുമാനിക്കണം. ഈ 2 കൽപ്പനകളും നോ ജനറേഷൻ വരെ കൃത്യമായി പോകുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു 2 അല്ല. അവൻ എണ്ണി 3, 4, 5. അവസാനം അച്ഛൻ 10-ലെത്തിയപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ 10. അച്ഛൻ പറഞ്ഞു അല്ല, നീ പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇറങ്ങിയപ്പോഴാണ് പള്ളിപ്രമാണിയും അറിയപ്പെടുന്ന നല്ല അച്ചായനും അടുക്കൽ ചെന്ന് ചോദിച്ചു, അച്ചായ കൽപ്പന എത്ര ഉണ്ട്? 10. അവൻ പറഞ്ഞു, എൻ്റെ അച്ചായ അച്ഛനോട് 1 മുതൽ 100 വരെ എണ്ണിയിട്ട് അച്ഛൻ പറഞ്ഞു കൽപ്പന പോയി പഠിച്ചിട്ട് വരാൻ. നമ്മുടെ ആത്മീയ ജീവിതം ഇതുതന്നെയാണ്. പലപ്പോഴും വേദപുസ്തകം അറിയുവാനുള്ള ആഗ്രഹങ്ങൾ നമ്മൾക്കില്ല. ആത്മാവിന്റെ ഫലങ്ങൾ 9 ഫലങ്ങളാണ്. ഫലമോ എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒരു വൃക്ഷത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ അനുഭവം. മാവിൽ നിന്ന് ചക്കയുണ്ടാകില്ലല്ലോ, എന്നാൽ ഈ മരത്തിൽ നിന്ന് സ്നേഹമാകുന്ന, സന്തോഷമാകുന്ന, സമാധാനമാകുന്ന, ദീർഘക്ഷമയാകുന്ന വ്യത്യസ്തമായ ഫലങ്ങൾ കായ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫലമോ എന്ന സിംഗുലർ ഫോം ഉപയോഗിച്ചിരിക്കുന്നതും. ഞാനാകുന്ന, നമ്മളാകുന്ന വൃക്ഷങ്ങളിൽ നിന്ന് ആത്മഫലങ്ങൾ കായ്ക്കേണ്ടത് ആവശ്യമാണ്. സമാധാനങ്ങളും ദീർഘക്ഷമകളും ദയയും പരോപകാരങ്ങളും നഷ്ടമാകുന്ന കാലഘട്ടത്തിൽ ആത്മഫലങ്ങൾ കായ്ക്കുന്നവരായി തീരണം. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ
പ്രകാശിക്ക വേണം, ആത്മഫലങ്ങൾ ചൊരിയണമെന്ന കവിയുടെ വാക്കുകൾക്ക് എത്ര പ്രസക്തിയാണ് ഉള്ളത്. PC ജോർജ് എന്ന കോട്ടയത്തുള്ള ഒരു സാറിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കട്ടെ. കോട്ടയം പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ നഗരത്തിൽ തന്നെ അനേകം അനാഥരും കുഷ്ഠരോഗികളും ഉണ്ടായിരുന്നു. PC ജോർജ് സാർ കോട്ടയത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനും ആയിരുന്നു. അദ്ദേഹം ആകെ വായിക്കാറുള്ളത് സുവിശേഷങ്ങൾ മാത്രമേ വായിക്കാറുള്ളൂ. അദ്ദേഹം ഒരു ദിവസം വായിച്ചത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. വഴിയരികിലൂടെ ക്രിസ്തു യാത്ര ചെയ്യുമ്പോൾ മുറിവേറ്റ ശമരിയക്കാരനെ കാണുകയാണ്. അത് വായിച്ച ആ അധ്യാപകൻ സ്കൂളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ അധ്യായം അധ്യാപകന്റെ ഉള്ളിൽ വെളിച്ചമായി തീർന്നു. അദ്ദേഹം അന്നു മുതൽ വഴിയരികിൽ കിടക്കുന്ന അനാഥരെയും കുഷ്ഠരോഗികളെയും തൻ്റെ 5 സെന്റ് വസ്തുവിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരി അന്നമ്മയും PC ജോർജ് സാറും കൂടെ 5 സെന്റ് വസ്തുവിൽ അനേക രോഗികൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷയായി തീരുകയാണ്. അതാണ് ഇന്ന് പിന്നീട് ലോകമൊക്കെയും അറിയുന്ന കോട്ടയം പ്രദേശത്തിന്റെ അഭിമാനമായി നിൽക്കുന്ന മന്ദിരം എന്ന പ്രസ്ഥാനങ്ങൾ. ജീവിതത്തിൽ ആത്മഫലങ്ങൾ കായ്ക്കേണ്ടതും അവരിന് പരോപകാരമായി തീരേണ്ടതും ഇതിന്റെ ആവശ്യമാണ്. പലപ്പോഴും ഒസ്താത്യോസ് തിരുമേനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവനവനിസം നമ്മുടെ ജീവിതത്തിൽ കൂടി വരികയാണ്. സെൽഫികൾ പോലും അതുതന്നെയല്ലേ പറയുന്നത്. ഞാൻ തന്നെ പ്രദർശന വസ്തുക്കളായി തീരുന്ന, ഞാൻ മാത്രം സുഖിക്കുന്ന അവനവനിസത്തിന്റെ കാലത്തിൽ നിന്ന് ക്രൈസ്തവാധ്യാത്മികതയിലേക്ക് തിരികെ വരണം. തക്ക കാലത്ത് ഫലം കായ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ കഴിയണം. വ്രതാനുഷ്ഠാനങ്ങളുമായി അയ്യപ്പ ഭക്തന്മാർ 18 പടികളും കയറി ചെല്ലുമ്പോൾ കാണുന്നതും തത്വമസി എന്ന സംസ്കൃത പദമാണ്. തത്വമസി എന്ന ഉപനിഷത് വാക്യത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: അത് നീയാകുന്നു. നീ ആരെ തേടി വന്നോ അത് നീയാകുന്നു. ഇത് തന്നെയാണ് ഓരോ ദിവസവും വിശുദ്ധ ബലിയും നൽകുന്നത്. ഞാൻ ജീവനുള്ള അപ്പമാകുന്നു എന്ന് യേശുദമ്പുരാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങളും ജീവനുള്ള അപ്പമായി തീരണം. അപ്പത്തിന് 2 സാധ്യതകളാണുള്ളത്. ഗോതമ്പ് മണികൾക്ക് 2 സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ അത് സ്വസ്ഥമായി പത്തായപ്പുരകളിലിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത അപ്പമായി അനേർക്ക് ജീവിതം മാറിക്കൊടുക്കാം. നമ്മുടെ ജീവിതം എവിടെയാണ്? ഗോതമ്പ് മണികളാകുന്ന നമ്മുടെ ജീവിതം എവിടെയാണ് നിൽക്കുന്നത്? പത്തായപ്പുരകളിലോ അനേകർക്ക് ജീവിതമായി തീരുകയാണോ? യേശുദമ്പുരാൻ തന്റെ നിയോഗത്തെ പറ്റി പറയുന്നില്ലേ? ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ്. നമ്മുടെ ജീവിതവും അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുവാനും അനേകർക്ക് മാർഗരേഖകളായി തീരുവാനുമുള്ള വലിയൊരു ആഹ്വാനമാണ്. അതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിന്റെ ഫലങ്ങളായി തീരുന്നതും. ജീവിതം മാറേണ്ടത് ആവശ്യമാണ്. ധ്യാനം നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ആറിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷവും ഈ ധ്യാനത്തിന്റെ വിഷയമായി തീരുമ്പോൾ നാം ഓർക്കേണ്ടത് ഞാനും നിങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. രണ്ടാമതായി, ദൈവവുമായി, ജീവജല നദിയുമായുള്ള ദൈവവുമായി ഏറെ ബന്ധമുണ്ടാവണം. മൂന്നാമതായി, ദൈവമാകുന്ന ദൈവസന്നിധിയിൽ ആഴമായി സമർപ്പണത്തിലൂടെ ഞാനും നിങ്ങളും ജീവിക്കേണ്ടതുണ്ട്. അവസാനമായി ഞാൻ പറഞ്ഞു വന്നത്, കാലത്തിനൊത്ത ഫലം കായ്ക്കുവാൻ കഴിയേണ്ടതുണ്ട്. ഞാനും നിങ്ങളും മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുന്നവരായി തീരണം. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ കേരളത്തിലെ പോലീസ് മേധാവി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹവും അമേരിക്കയിലെ പോലീസ് സംഘവും കൂടെ പരുമലയിലെ പുണ്യ സ്ഥലത്തിൽ എത്തുകയാണ്. അമേരിക്കയിൽ നിന്ന് വന്ന പോലീസ് സൈന്യം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിനോട് പറഞ്ഞു പരുമലയിൽ പോകണം. എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അവസാനം പരുമലയിൽ വന്നു കബറിങ്കൽ അവർ പ്രാർത്ഥിച്ചു. പിന്നീടാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, തങ്ങളുടെ അമേരിക്കയിൽ ഒരു കുറ്റവാളിയെ പിടിച്ചു. അനേകം മോഷണങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്ത് അദ്ദേഹം അവസാനം മാനസാന്തരപ്പെട്ട കഥയാണ് അവർക്ക് പറയുവാനുള്ളത്. അവസാനം ഒരു ഓർത്തഡോക്സ് ദേവാലയത്തിലേക്കാണ് ഈ കുറ്റവാളി ചെല്ലുന്നത്.
അവിടുത്തെ ഭണ്ഡാരം പൊളിക്കുവാൻ നോക്കുമ്പോൾ കാണുന്നത് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഛായാചിത്രമാണ്. കണ്ണുകളിൽ തീക്ഷ്ണത, ക്രിസ്തുവിനെ പോലെ തീക്ഷ്ണമായി മാറുവാനുള്ള വലിയൊരു ആഹ്വാനം, മാനസാന്തരപ്പെടുവാനുള്ള സ്നേഹത്തിന്റെ സന്ദേശം ആ മുഖങ്ങളിൽ ഇന്നും വായിക്കുന്നില്ലേ? പരിശുദ്ധനായ പരിമല തിരുമേനിയെ കണ്ട കുറ്റവാളി സ്വയം പോലീസിന് മുൻപിൽ അടിയറവ് വെക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി നൽകുന്നതും നമ്മുടെ മുമ്പിൽ അത് തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തണം. നമ്മൾ ഇന്ന് മറ്റുള്ളവർക്ക് വിധിക്കുന്നവരായി തീരുകയാണ്. മറ്റുള്ളവരുടെ ആത്മീക ജീവിതങ്ങളെ പറ്റി വിമർശന ബുദ്ധി കാണുമ്പോൾ ഫലം കായ്ക്കുന്നതിൽ നിന്ന് അകന്നു പോവുകയല്ലേ? ഞാൻ നിങ്ങൾ മറ്റുള്ളവരെ കാണുന്നത് മുൻവിധിയോടുകൂടിയാണ്. അതുകൊണ്ടാവണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്നത് ദൈവ കൃപയിലാണ്. യഥാർത്ഥ ഭക്തന് മാത്രമേ, യഥാർത്ഥ ക്രൈസ്തവന് മാത്രമേ, ആത്മഫലങ്ങൾ കായ്ക്കുന്നവർക്ക് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ, ഞാൻ ജീവിക്കുന്നത് ദൈവ കൃപയിലാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ നൽകുന്നത് ഓരോ സന്ദേശങ്ങളാണ്. ഓരോ ദിവസവും നമുക്ക് ധ്യാനത്തിനുള്ള സന്ദേശങ്ങളാണ്. ഓരോ ദിവസവും വേദപുസ്തകം നമ്മോട് സംസാരിക്കുന്നതും ഇതുതന്നെയാണ്. നീ ജീവിക്കുന്നത് കരുണയിലാണ്. നാം ജീവിക്കുന്നത് ദൈവ കരുണയിലാണ്. പൂക്കാരിയും മീൻകാരിയും സുഹൃത്തുക്കളായിരുന്നു. മഴയുടെ കാലമൊക്കെയാണല്ലോ, നല്ല ഉറക്കം വരുന്നത് കൊണ്ട് നമുക്ക് കഥയിലേക്കൊന്ന് മാറാം. പൂക്കാരിയും മീൻകാരിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ വൈകുന്നേരത്ത് പൂക്കാരിയുടെ വീട്ടിലേക്ക് മീൻകാരി വന്നു. നല്ല മഴയുള്ള ദിവസം കൂട്ടുകാരി മീൻകാരിയോട് പറഞ്ഞു, സുഹൃത്തെ, ഇന്ന് യാത്ര ചെയ്യണ്ട, ഇന്ന് എൻ്റെ ഭവനത്തിൽ അന്തിയുറങ്ങാം. അവളുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മനോഹരമായ പൂക്കളാൽ അലങ്കൃതമായ കിടക്കകളും സുഗന്ധം പൂശുന്ന ഭിത്തികളുമാണ്. പാവം മീൻകാരിയിൽ എന്തുണ്ട്? മീൻ്റെ നാറുന്ന മണവുമായി. അവൾ അകത്തു കിടക്കുവാൻ ശ്രമിച്ചു. തലയിണകൾ മാറിവെച്ച് കിടന്നു നോക്കി, ഉറക്കം വരുന്നില്ല. പുത്തൻ സുഗന്ധങ്ങളൊന്നും ഏറ്റിട്ടും മീൻകാരിക്ക് ഉറക്കം വരുന്നില്ല. അവസാനം ഒരു കാര്യം ചെയ്തു. പുറത്ത് ഉപേക്ഷിച്ചിരുന്ന മീൻകൊട്ട വീണ്ടും തന്റെ കിടക്കയുടെ അടുത്തേക്ക് കൊണ്ടുവച്ചു. നാറുന്ന മണവുമായി മീൻകാരി നന്നായി ഉറങ്ങി. ഞാനും നിങ്ങളും പലപ്പോഴും വേദപുസ്തക സന്ദേശം കേട്ടിട്ടും നാറുന്ന ജീവിതവുമായി ജീവിക്കുന്നവരല്ലേ? എങ്കിൽ ക്രിസ്തു വിളിക്കുന്നതും ഇതുതന്നെയാണ്. കുഞ്ഞെ, നിന്നെ സ്നേഹിക്കുന്ന, പ്രതീക്ഷകൾ അറ്റുപോകുമ്പോൾ, സഹായങ്ങൾ നഷ്ടമാകുമ്പോൾ സുഗന്ധം വീശുന്ന ജീവിതവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ദാവീദ് ഈ വെള്ളിയാഴ്ച നമ്മോട് സംസാരിച്ചതും ദൈവം നമ്മോട് സംസാരിച്ചതും ഇതുതന്നെയാണ്. ആറിനരികെ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. 4 സന്ദേശങ്ങളാണ് ഈ ധ്യാനത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെച്ചത്. ഒന്ന്, ആറിനരികെ നട്ടതാണെന്ന ബോധ്യത്തിൽ ജീവിക്കുക. ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോഴാണ് ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരാകുന്ന കാര്യം മനസ്സിലാവുന്നത്. രണ്ടാമതായി, അതിന് നദിയുമായി ബന്ധമുണ്ട്. ജീവജല നദിയുമായി അതിന് ബന്ധമുണ്ടാവണം. ദൈവവുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ ഒന്ന് പുനഃക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി, അതിന് ആഴത്തിലുള്ളൊരു വേരോട്ടമുണ്ട്. ആഴമായ സമർപ്പണത്തിന്റെ അനുഭവത്തിലൂടെ ജീവിതത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അവസാനമായി, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ പോലെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാവട്ടെ. മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരൻ കടമനിട്ട എഴുതി ചേർത്തു. ക്രൈസ്തവരെ പറ്റി അദ്ദേഹം എഴുതുന്നത്, ക്രൈസ്തവ ജീവിതം സമം മെഴുകുതിരി. ക്രൈസ്തവ ജീവിതം സമം മെഴുകുതിരി. അദ്ദേഹം എഴുതി, കത്തിയേറിയണം കണ്ണടയും വരെ, തപ്തബാഷ്പം തൂകി നിന്ന് ചിരിക്കണം, അഷ്ടിക്കു വേണ്ടത് നേടിക്കൊടുക്കണം, സൃഷ്ടിച്ച കൈകൾക്ക് മറ്റെന്തു ധന്യത. കത്തിയേറിയണം കണ്ണടയും വരെ, ജീവിതത്തിൽ അവസാനം വരെ കത്തിയെരിയുന്ന ജീവിതങ്ങളായി
സൃഷ്ടിച്ച ഉടയവന് വേണ്ടി മറ്റുള്ളവർക്ക് പ്രകാശമായി സ്വയം ഇല്ലാതെയായി തീരുന്നതിന് പറയുന്ന പേരാണ് ക്രൈസ്തവ ജീവിതം. അതുതന്നെയാണ് ആറിനരികെ നട്ടവൃക്ഷവും നൽകുന്ന സന്ദേശം. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് എരിയുന്ന ജീവിതങ്ങളെക്കാൾ കരിന്തിരികളായി തീരാതെ കൈവിളക്കുകളായി തീരേണ്ടത് ആവശ്യമാണ്. വില്യം കേറി എന്ന നമ്മുടെ പഴയ സെമിനാരി സ്ഥാപിക്കുവാൻ ഏറെ താല്പര്യമെടുത്തൊരു മിഷണറിയെ പരിചയപ്പെടുത്തട്ടെ. ഉപജീവന മാർഗം ചെരുപ്പുകുത്തൽ ആയിരുന്നു. 14-ാമത്തെ വയസ്സിൽ ചെരുപ്പുകുത്തൽ ആരംഭിച്ചുവെങ്കിൽ അന്നു മുതൽ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കും. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മറ്റൊരു രാജ്യത്തിൽ പോയി ദൈവരാജ്യ സന്ദേശം അറിയിക്കണം. ചെരുപ്പുകുത്തിയായി ജീവിതം ആരംഭിച്ച് ദശാംശങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് അദ്ദേഹം വരികയാണ്. വില്യം കേറി വന്നിട്ട് ഇന്ത്യയിൽ 15-ൽ പരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ദൈവരാജ്യത്തെ ഭാരതീയർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ്. ജിസ്മിത്ത് എന്ന ചിന്തകൻ അതേ വർഷം തന്നെയാണ് ഭാരതത്തിൽ വന്നത്. അദ്ദേഹം കുറിച്ചു 5 സുവിശേഷങ്ങളാണ് ഉള്ളത്. 1-ാമത്തെ സുവിശേഷം വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, 2 വിശുദ്ധ മർക്കോസ്, 3 വിശുദ്ധ ലൂക്കോസ്, 4 വിശുദ്ധ യോഹന്നാൻ. 5-ാമത് സുവിശേഷം ഉണ്ടോ? എന്നാൽ ജിസ്മിത്ത് കുറിച്ചു 5-ാമതൊരു സുവിശേഷമുണ്ട്. അത് നിങ്ങൾ എന്ന സുവിശേഷമാണ്. വില്യം കേറിയുടെ വാക്കുകൾ കൂടെ കടമെടുക്കട്ടെ. ആളുകൾ വായിക്കുവാൻ ഏറെ താല്പര്യം നിങ്ങളെന്ന സുവിശേഷത്തെയാണ്. നിങ്ങളെന്ന സുവിശേഷത്തെയാണ് വായിക്കുവാൻ ആളുകൾക്ക് ഏറെ താല്പര്യം. ഒരുപക്ഷെ ഞാനും നിങ്ങളും ആലോചിക്കണം, എത്രയോ ദേവാലയ ആരാധനകളിൽ പങ്കെടുത്തു, എത്രയോ വിശുദ്ധ കുർബാനകളിൽ പങ്കെടുത്തു, എന്നിട്ടും എന്തേ നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മെ കണ്ടവർ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല? എത്രയോ നോമ്പനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും എടുത്തു, ഞാനും നിങ്ങളും ആരോടൊക്കെയോ സംസാരിച്ചു, എങ്കിലും നമ്മോട് സംസാരിച്ചവർ ആരും പറഞ്ഞില്ല നീ ദൈവദൂതനെ പോലെ സംസാരിച്ചുവെന്ന്. ഇതിനല്ലേ നമ്മുടെ ജീവിതം പരാജയം എന്ന് പറയുന്നത്? നമ്മെ കണ്ടവർ ക്രിസ്തുവിനെ കാണണം. നമ്മുടെ ജീവിതം സുവിശേഷ ജീവിതം പോലെ ആകണം. കാരണം സുവിശേഷം ക്രിസ്തുവാണല്ലോ. ജീവിതം ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനുള്ള വലിയൊരു ആഹ്വാനം ഈ ധ്യാനം നിങ്ങൾക്ക് നൽകട്ടെ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി അവസാനിക്കുമ്പോൾ ഇപ്രകാരം കുറിക്കുന്നുണ്ട്: അസ്തമയ സൂര്യൻ പോയി മറയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പോയി മറയുമ്പോൾ അന്ധകാരമയമായി ഭൂമിക്ക് ആര് പ്രകാശം നൽകും? ഞാൻ പോയി മറയുമ്പോൾ അന്ധകാരമയമായ ഈ ഭൂമിക്ക് ആര് പ്രകാശം നൽകും? അതിന് മറുപടി നൽകുന്നത് ഒരു മൺചെരാതാണ്. മൺചെരാത് പറഞ്ഞു, നീ പോയി മറയുമ്പോൾ മിന്നാമിനുങ്ങ് പോലുള്ള എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രകാശം പരത്താം. സുവിശേഷം പ്രകാശമാണ്. ഉപ്പായി ലോകത്തിന്റെ പ്രകാശമാണ് നിങ്ങളെന്ന് ക്രിസ്തു പഠിപ്പിച്ചില്ലേ? ഉപ്പായി ആസ്വാദ്യമായി മറ്റുള്ളവർക്ക് രുചി പകരുന്നവരായി, പ്രകാശങ്ങളായി, കൈവിളക്കുകളായി, വഴിവെളിച്ചങ്ങളായി ജീവിക്കുവാൻ വലിയൊരു ആഹ്വാനം സുവിശേഷം നൽകുന്നുണ്ട്. ജീവിക്കുന്നുവെങ്കിൽ സുവിശേഷം പോലെ ജീവിക്കുക. ജീവിക്കുന്നുവെങ്കിൽ സുവിശേഷം പോലെ ജീവിക്കുക. ധ്യാനം അവസാനിപ്പിച്ച് ഞാനും നിങ്ങളും ദേവാലയം വിട്ടുപോകുമ്പോൾ നാം എത്തുന്ന മേഖലകളിൽ നമ്മെ കണ്ടവർ പറയണം, കൊള്ളാം, ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ക്രിസ്തു ജീവിക്കുന്നു, കൊള്ളാം, അവനൊരു ക്രിസ്തുവായി തീർന്നിരിക്കുന്നു. നമ്മെ കണ്ടവർ ക്രിസ്തുവിനെ കാണട്ടെ. നമ്മുടെ ജീവിതം ദൈവമാലാഹമാരെ പോലെ, ദൈവദൂതന്മാരെ പോലെ പ്രകാശമായി തീരട്ടെ. ദാവീദിന്റെ സങ്കീർത്തനം നമുക്ക് ഏറെ ശ്രദ്ധേയമാവട്ടെ. ആറിനരികെ നട്ടവരാണെന്നും തക്കകാലത്ത് ഫലം കായ്ക്കുന്നവരാണെന്നും ആഴമേറിയ സമർപ്പണത്തിലൂടെ ജീവിക്കുവാനുള്ളതും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനല്ല, ദൈവഹിതം അറിയുവാനുള്ള ജീവിതങ്ങളായി ഞാനും നിങ്ങളും ജീവിതങ്ങൾ മാറ്റണമെന്നും ഒന്ന് ഹൃദയത്തിൽ നമുക്ക് സംഗ്രഹിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് പകരാം. ഹന്ന ദേവാലയത്തിൽ പോയി നിറയുന്ന കണ്ണുകളും തുളുമ്പുന്ന ഹൃദയവുമായി അവൾ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. നാഥ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, ഈ മധ്യാഹ്ന സമയത്ത് നിന്റെ ധ്യാനം ഞങ്ങളുടെ
ജീവിതത്തിന് വഴിവിളക്കായി തീരണമേ. ജീവിക്കുന്ന പോലെ, ക്രിസ്തുവിനെ പോലെ, നിന്നെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ആറിനരികെ നട്ട വൃക്ഷങ്ങളാണെന്ന്, നിന്നാൽ വിളിക്കപ്പെട്ടവരാണെന്നും നിന്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ ജീവിക്കുവാനുമുള്ളവരാണെന്ന ആഗ്രഹം ഞങ്ങളിൽ കാണുമാറാവണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളിൽ നിന്റെ തേജസ് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.